ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സെക്കൻഡ് സെഷൻ ആണ്. അതിനകത്ത് പെർമനന്റ് ടിഷ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിവിഷൻ കപ്പാസിറ്റി ഇല്ലാത്ത ടിഷ്യൂസിനെ നമ്മൾ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. അത് ജനറലി ഡിവൈഡ് ചെയ്യില്ല. പെർമനന്റ് ടിഷ്യൂവിന്റെ എല്ലാ സെൽസും സിമിലർ ആയിട്ടുള്ള ടിഷ്യൂവിനെ, അതായത് ഒരു ടിഷ്യൂവിലെ എല്ലാ സെൽസും ഒരേപോലത്തെ ആണെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയും. അതായത് അതുപോലെ തന്നെ ഒരു ടിഷ്യൂവിൽ ഒരുപാട് തരത്തിലുള്ള സെൽസ് ഉണ്ടെങ്കിൽ അതിനെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഇസ് കമ്പോസ്ഡ് ഓഫ് സിമിലർ type of cells or a single type of cell, and complex permanent tissue that consists of different types of cells. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ടിഷ്യൂ നമ്മൾ പറഞ്ഞു ഓൺലി വൺ ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വേരിയസ് സിമ്പിൾ ടിഷ്യൂ ഇൻ പ്ലാന്റ്സ് ആർ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇങ്ങനെ 3 തരത്തിലുള്ള ടിഷ്യൂസ് ആണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് പ്ലാന്റ്സിൽ കാണുന്നത്. പാരൻകൈമ എന്ന് പറയുന്നത് ഈ കാണുന്ന സെൽസ് ആണ് പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത്. പാരൻകൈമ ഇറ്റ് ഫോം ദ മേജർ കമ്പോണന്റ് വിത്തിൻ ദ ഓർഗൻസിലെ ഒരു മേജർ കമ്പോണന്റ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ടിഷ്യൂ പാരൻകൈമയാണ് കേട്ടോ. അതേപോലെ തന്നെ പാരൻകൈമ ഐസോ ഡയമെട്രിക് ആണ്. അതിന്റെ ഷേപ്പ് സ്പെറിക്കൽ ആവാം, ഓവൽ ഷേപ്പ് ആവാം, റൗണ്ട് ഷേപ്പ് ആവാം, പോളിഗണൽ ഷേപ്പ് ആവാം, അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് ഷേപ്പ് ആവാം. ഓക്കെ, ഒരു ഐസോ ഡയമെട്രിക് ആയിട്ടുള്ള ഇതേ സ്പെറിക്കൽ ഷേപ്പുള്ള അല്ലെങ്കിൽ ഓവൽ ഷേപ്പുള്ള, റൗണ്ട് ഷേപ്പുള്ള, പോളിഗണൽ അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് ഷേപ്പുള്ള സെൽസ് ഒക്കെയാണ് ഈ പറയുന്ന പാരൻകൈമ ടിഷ്യൂവിൽ വരുന്നത്. അതിന്റെ സെൽ വോള് തിന്നും, ആ സെൽ വോള് സെല്ലുലോസ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചിലപ്പോൾ അതിന്റെ സെല്ലിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവാം, ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം ദേ മേ ബി എയ്തർ ബി ക്ലോസ്ലി പാക്ഡ് ഓർ ഹാവ് സ്മോൾ ഇന്റർസെല്ലുലാർ സ്പേസ്. ചെറിയ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം പാരൻകൈമയില്. പാരൻകൈമ എന്ന് പറയുന്ന ഒരു ലിവിങ് ടിഷ്യൂ ആണ് കേട്ടോ. ഈ പാരൻകൈമ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിലും കാണുന്നതാണ് പാരൻകൈമ സെൽസ് കേട്ടോ. അതേപോലെ പാരൻകൈമ വേരിയസ് ഫങ്ഷൻസ് ലൈക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്, അതുപോലെ സ്റ്റോറേജ്, സെക്രീഷൻ, ഇതൊക്കെ പാരൻകൈമ സെൽസിന്റെ ഫംഗ്ഷൻ ആണ്. ഇതിനകത്ത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന പാരൻകൈമ സെൽസിന് നമുക്ക് ക്ലോറൻകൈമ എന്ന് പറയാം. അതേപോലെ ഒരുപാട് വാക്യൂൾസ് ഉള്ള പാരൻകൈമയാണെങ്കിൽ അതിനെ എയ്റൻകൈമ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഒരുപാട് വാക്യൂൾസ് ഉള്ളതിന് നമ്മൾ എയ്റൻകൈമ എന്ന് പറയും. പാരൻകൈമയിൽ ഒരുപാട് വാക്യൂൾസ് ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഈ വെള്ളത്തിലൊക്കെ ഇലകൾ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ആ തരത്തിലുള്ള പാരൻകൈമ സെൽസ് ഒരുപാട് കാണും, ഈ പറയുന്ന ബോയൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് ലീവ്സിലൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ടിഷ്യൂ കോളൻകൈമ നോക്കാം. പെർമനന്റ് ടിഷ്യൂസ്. ദ സെൽസ് ഓഫ് ദ പെർമനന്റ് ടിഷ്യൂസ് ഡു നോട്ട് ജനറലി ഡിവൈഡ് ഫർദർ. Permanent tissues having all cells similar structure and function are called as simple tissue. Permanent tissues having many different types of cells are called as complex tissues. Simple tissue. A simple tissue is made up of only one type of cells. The various simple tissues in plants are parenchyma, collenchyma and sclerenchyma. Okay, അതാണ് ഇവിടെ കൊടുത്തിട്ടില്ല. പാരൻകൈമ ഇത്, കോളൻകൈമ ഇത് സ്ക്ലീറൻകൈമയാണ് കേട്ടോ. Then parenchyma forms the major component within the organ. The cells of the parenchyma are generally isodiametric. They may be spherical, oval, round, polygonal or elongated in shape. Their walls are thin and made up of cellulose. They may either be closely packed or have small intercellular spaces. The parenchyma perform various functions like photosynthesis, storage, secretion. നെക്സ്റ്റ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് കോളൻകൈമ എന്ന് പറയുന്നത്. കോളൻകൈമ സാധാരണയായി എപ്പിഡെർമിസിന്റെ താഴെ, ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ എപ്പിഡെർമിസിന്റെ താഴെയായിട്ട് വരുന്ന സെൽസ് ആണ് കോളൻകൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത് ഹോമോജീനസ് ലെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ, ഒരു യൂണിഫോം തിക്നെസ്സിലോ അല്ലെങ്കിൽ പാച്ചസ് ആയിട്ടോ കാണാറുണ്ട്. അതായത് ഇതിലെ ഓരോ പാച്ച് ഓഫ് ടിഷ്യൂ ആയിട്ടും കാണാറുണ്ട് ഈ കോളൻകൈമ ടിഷ്യൂ. ഇതിന്റെ ഈ കോളൻകൈമ ടിഷ്യൂലെ സെൽസ് അതിന്റെ കോർണറിൽ വന്നിട്ട് നല്ല തിക്കൻഡ് കോർണർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഈ തിക്കൻഡ് കോർണറിന് കാരണം എന്താന്ന് വെച്ചാൽ സെല്ലുലോസിന്റെയും ഹെമി സെല്ലുലോസിന്റെയും പെക്റ്റിന്റെയും ഡെപ്പോസിറ്റ് അതിന്റെ കോർണറിൽ ഉള്ളത് കൊണ്ടാണ്. കണ്ടോ, ദ കോർണർ തിക്കനിങ് വി ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് കോളൻകൈമ. ഓക്കെ, ഇതിനെയാണ് തിക്കൻഡ് കോർണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ തിക്കൻഡ് കോർണേഴ്സ് ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കോളൻകൈമ. ഓർത്തിരുന്നോളാം കേട്ടോ, കോളൻകൈമയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഈ തിക്കൻഡ് കോർണർ എന്ന് പറയുന്നത്. ആ തിക്നെസ് വരാനുള്ള കാരണം സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്,
സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ഡെപ്പോസിറ്റ് ആണ്. കോളൻ കൈമാറ്റ സെൽസ് ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പോ അല്ലെങ്കിൽ പോളിഗണൽ ഷേപ്പോ ആയിരിക്കും. അതേപോലെ ഇതിനകത്ത് മിക്കവാറും ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നതിൽ ദേ ക്യാൻ അസിമുലേറ്റ് ദ ഫുഡ്, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, അവർക്ക് ഇന്റർസെല്ലുലാർ സ്പേസ് ഒട്ടും ഉണ്ടാവില്ല. നമ്മുടെ പാരന്റ് കൈമേനെ പോലെയല്ല. പാരന്റ് കൈമയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ള തിൻ സെല്ലുലോസ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ അടുക്കി വെച്ചേക്കുന്ന അതിന്റെ ഇടയിൽ തിക്നെസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരും. പക്ഷെ കോളൻ കൈമയുടെ കേസിൽ അങ്ങനെ ഗ്യാപ്പ് വരില്ല. കോളൻ കൈമയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പാരന്റ് കൈമയിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ പാരന്റ് കൈമയ്ക്ക് നമ്മൾ ക്ലോറൻ കൈമ എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നാണ് മേജർ ഫംഗ്ഷൻ കോളൻ കൈമയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ യങ് സ്റ്റെം ഒക്കെ കാറ്റ് വരുമ്പോഴൊക്കെ ഇങ്ങനെ നിന്ന് ആടുന്നതാണ്. അതേപോലെ തന്നെ പീറ്റിയോൾ ഓഫ് ദ ലീഫൊക്കെ ഇങ്ങനെ കാറ്റത്ത് ആടുന്ന സമയത്ത് ആ ലീഫിന്റെ പീറ്റിയോൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടിഷ്യൂ ആണ് കോളൻ കൈമ ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ മേജർ ഫംഗ്ഷൻ. മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ലിവിംഗ് ടിഷ്യൂ ആണ് കോളൻ കൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത് ലിവിംഗ് ടിഷ്യൂ ആണ്, ലിവിംഗ് സെൽസ് ആണ് ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. സോ ഇതിനകത്ത് വലിയ വാക്യൂൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസം ഉണ്ടാവും, തിക്കൻഡ് കോർണേഴ്സ് ഉണ്ടാവും, സെൽ വോളിന്റെ, ഇതൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കോളൻ കൈമ occurs in layers below the epidermis in most of the dicotyledonous plants. It is found either as a homogeneous layer or in patches. It consists of cells which are much thickened at the corners due to a deposition of cellulose, hemicellulose and pectin. Colon chymata cells may be oval, spherical or polygonal and often contain chloroplast. These cells assimilate food when they contain chloroplast. Intercellular spaces are absent. They provide mechanical support to the growing parts of the plant such as young stem and petiole of a leaf. നെക്സ്റ്റ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ ലോങ് നാരോ സെൽസ് ആണ് വിത്ത് thick and lignified cell wall having a few or numerous pit. ഓക്കെ, സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് ലോങ് നാരോ സെൽസ് ആണ്. അതിന് പ്രോട്ടോപ്ലാസം ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രോട്ടോപ്ലാസം ഉണ്ടാവില്ല. അതിന് തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് സെൽ വോൾ ആണ്. അത് ലിഗ്നിഫൈഡ് സെൽ വോൾ ഇല്ലാത്ത ഭാഗം പിറ്റും ഉണ്ടാക്കും കേട്ടോ. ഇതാണ് ഒരു സ്ക്ലീറൻ കൈമ സെൽ എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ക്ലീറൻ കൈമ സെല്ലിന്റെ ഉൾഭാഗം കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാം. അത് ഇതേപോലെയൊക്കെ ഇരിക്കും. ഈ സ്ക്ലീറൻ കൈമ ടിഷ്യൂവിന്റെ അത് നോക്കിക്കേ, ഈ പിങ്ക് കളർ കണ്ട, ഇത് ഫുള്ള് ഇതിന്റെ ലിഗ്നിഫൈഡ് തിക്നെസ് ആണ് കേട്ടോ. ലിഗ്നിൻ തിക്നെസ് ആണ് ഈ കാണുന്നത്. അതില്ലാത്ത ഭാഗം ഇതിനെയാണ് അതിന്റെ പിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ അതിന്റെ സെന്റർ റീജിയനിൽ വളരെ ചെറിയ ലൂമൻ ആയിട്ടുള്ള വളരെ നാരോ ആയിട്ടുള്ള ഒരു ലൂമൻ ഉണ്ടാവും കേട്ടോ. സോ ഹിയർ വി ക്യാൻ സീ സ്ക്ലീറൻ കൈമ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോങ് നാരോ സെൽസ് വിത്ത് എ തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് സെൽ വോൾ ഹാവിംഗ് ഫ്യൂ ഓർ ന്യൂമറസ് പിറ്റ്. ഇത് യൂഷ്വലി ഡെഡ് ആയിരിക്കും, പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. അവരുടെ പല ഫോമിൽ അത് കാണും. ഓൺ ദ ബേസിസ് ഓഫ് വേരിയേഷൻ ഇൻ ഫോം, സ്ട്രക്ചർ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഫോമും സ്ട്രക്ചറും ഒറിജിനും ഡെവലപ്മെന്റും അനുസരിച്ച് സ്ക്ലീറൻ കൈമ ഫൈബേഴ്സോ അല്ലെങ്കിൽ സ്ക്ലീറീഡ്സോ ആയിരിക്കും. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് എലോങ്ങേറ്റഡ് ടേപ്പേർഡ് എൻഡ് ഉള്ള സെൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ക്ലീറീഡ്സ് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ഉള്ളതിനെയാണ് നമ്മൾ സ്ക്ലീറീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബേഴ്സ് എന്ന് പറയുന്ന തിക്ക് വാൾഡ് എലോങ്ങേറ്റഡ് പോയിന്റഡ് സെൽസ് ആണ്. അത് സാധാരണയായിട്ട് ഗ്രൂപ്പ് ആയിട്ടാണ് കാണുക. പ്ലാന്റ്സിന്റെ പല പാർട്സിലും നമുക്ക് ഈ പറയുന്ന സ്ക്ലീറൻ കൈമയുടെ ഫൈബേഴ്സ് കാണാൻ പറ്റും. അതുപോലെ സ്ക്ലീറീഡ്സ് എന്ന് പറയുന്ന സ്പെറിക്കൽ ഷേപ്പില് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പില് ഹൈലി തിക്കൻഡ് ഡെഡ് സെല്ലാണ് വിത്ത് വെരി നാരോ ല്യൂമൻ ഓർ വെരി നാരോ ക്യാവിറ്റി. ഓക്കെ, ഇത് സാധാരണ നമ്മൾ കാണുന്നത് ദ ഫ്രൂട്ട് വോൾസ് ഓഫ് നട്ടിന്റെ ഫ്രൂട്ട് വോൾസിൽ പൾപ്പ് ഓഫ് ഫ്രൂട്ട് ലൈക്ക് ഗോവയുടെ പൾപ്പില്, അതുപോലെ പിയർ ആൻഡ് സപ്പോട്ട അതിന്റെയും പൾപ്പിൽ കാണാം. സീഡ് കോട്ട് ഓഫ് ലെഗ്യൂമിന്റെ സീഡ് കോട്ടിൽ കാണാം. ടീയുടെ ലീവ്സിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സ്ക്ലീറീഡ്സ് കാണുന്നത്. സ്ക്ലീറീഡ്സ് സാധാരണയായിട്ട് ഫ്രൂട്ട് വോൾസ് ഓഫ് നട്ടിന്റെ ഫ്രൂട്ട് വോൾസിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു കോക്കനട്ട് അല്ലെങ്കിൽ കാഷ്യൂനട്ടിന്റെ ഫ്രൂട്ട് വോൾ എന്ന് പറയുന്നത് എന്താണ്? ആ കാഷ്യൂനട്ടിനെ കവർ ചെയ്തിരിക്കുന്ന ആ തിക്കായിട്ടുള്ള നമ്മൾ ഇപ്പോൾ പച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കാഷ്യൂനട്ട് ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പം നമ്മൾ വെട്ടി മുറിച്ചിട്ട് എടുക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കില്ലേ, നമ്മൾ സാധാരണ
കംപ്ലീറ്റ് ഇതായിട്ട് കിട്ടുകയാണെങ്കിൽ, സീഡായിട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടി പൊളിച്ചെടുക്കുന്ന ആ ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് ദ ഫ്രൂട്ട് വോൾ ഓഫ് നട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ നട്ടിന്റെ ഒക്കെ ഇപ്പൊ ബദാമിന്റെ ഫ്രൂട്ട് വോള് അവിടെയും കാണാം നമുക്ക് ഈ പറയുന്ന സ്ക്ലീറീഡ്സ്. അതുപോലെ തന്നെ പൾപ്പ് ഓഫ് ഫ്രൂട്ട് ലൈക്ക് ഗോവയുടെ പൾപ്പില്, അതുപോലെ പിയർ ആൻഡ് സപ്പോട്ട അതിന്റെ പൾപ്പിൽ കാണാം. അതുപോലെ തന്നെ ലെഗ്യൂമിന്റെ സീഡ് കോട്ടിൽ കാണാം. ടീയുടെ ലീവ്സിലൊക്കെ നമുക്ക് ഈ പറയുന്ന സ്ക്ലീറീഡ്സ് കാണാൻ പറ്റും കേട്ടോ. സ്ക്ലീറൻ കൈമ ആക്ച്വലി ഇറ്റ് ഗീവ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ഓർഗൻസ്. ഇതിന് ജീവനില്ലാത്തതുകൊണ്ട് ഇത് ഫോട്ടോസിന്തസിസിനോ സ്റ്റോറേജിനോ ഒന്നും വേണ്ടിയിട്ടല്ല. ദാറ്റ് ഈസ് ഫോർ ദ മെക്കാനിക്കൽ സപ്പോർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. സ്ക്ലീറൻ കൈമ കൺസിസ്റ്റ് ഓഫ് ലോങ് നാരോ സെൽസ് വിത്ത് തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് സെൽ walls having a few or numerous pits. They are usually dead and without protoplast. On the basis of variation in form, structure, origin and development, sclerenchyma may be either fibers or sclerids. The fibers are thick-walled, elongated and pointed cells, generally occurring in group in various parts of the plant. The sclerids are spherical, oval or cylindrical, highly thickened dead cells with very narrow lumen or cavity. These are commonly found in the fruit wall of nuts, pulp of fruit like guava, pear and sapota, the pulp of fruit of pear and sapota, seed coat of legume and leaves of tea. Sclerenchyma provide mechanical support to organs. ഇനി നമ്മൾ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ നോക്കാം. കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത് തന്നെ അത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന, അതായത് ഒന്നീ കൂടുതൽ തരത്തിലുള്ള സെൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ സെൽസ് എല്ലാം കൂടെ ഒരു യൂണിറ്റ് ആയിട്ട് ഒരുമിച്ച് ആണ് വർക്ക് ചെയ്യുന്നത്. അതിനാണ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നീ കൂടുതൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതിനെ ഹെട്രോജീനസ് ടിഷ്യൂ എന്നും പറയും കേട്ടോ. ഹെട്രോജീനസ് ടിഷ്യൂ എന്നും പറയാറുണ്ട്. കോംപ്ലക്സ് ടിഷ്യൂവിനെ ഹെട്രോജീനസ് ടിഷ്യൂ എന്നും പറയാറുണ്ട്. സൈലോം ഫ്ലോയോം ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ്, പ്ലാന്റ്സിൽ കാണുന്ന കോംപ്ലക്സ് ടിഷ്യൂ ആണ്. വാസ്കുലാർ ബണ്ടിൽസ് അല്ലെങ്കിൽ സൈലം ഫ്ലോയം, വാസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്ന സൈലോം ഫ്ലോയും ആണ് കേട്ടോ. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഡയഗ്രാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സൈലം അത് ഒരു കണ്ടക്ടിങ് ടിഷ്യൂ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൈലം റൂട്ടിൽ നിന്ന് അത് സ്റ്റെമ്മിലേക്കും ലീവ്സിലേക്കും ഒക്കെ വാട്ടറിന്റെയും മിനറൽസിന്റെയും കണ്ടക്ഷൻ ചെയ്യുന്നത് സൈലമാണ് കേട്ടോ. അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നതും സൈലം തന്നെയാണ്. സൈലത്തിനെ നമ്മൾ വുഡ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സൈലത്തിനെ വുഡ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ സൈലം കമ്പോസ് ചെയ്തേക്കുന്ന 4 തരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലമെന്റ്സ് കൊണ്ടാണ്. ഒന്ന് ട്രക്കീഡ്സ്, ഒന്ന് വെസൽസ്, ഒന്ന് സൈലം ഫൈബേഴ്സ്, ഒന്ന് സൈലം പാരൻകൈമ. ഓക്കെ, ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ജിംനോസ്പേമിനകത്ത് വെസൽസ് ഇല്ല കേട്ടോ. ജിംനോസ്പേമിന് വെസലിന് പകരം ട്രക്കീഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ സി ഹിയർ ദി എലോങ്ങേറ്റഡ് സെൽസ് ആണ്. എലോങ്ങേറ്റഡ് ഓർ ട്യൂബ് ലൈക്ക് സെൽസ് വിത്ത് തിക്ക് ലിഗ്നിഫൈഡ് വോൾ ആൻഡ് ടേപ്പറിംഗ് എൻഡ്. കണ്ടോ, രണ്ടറ്റവും കൂർത്തിരിക്കുന്ന തരത്തിലുള്ളതാണ് ട്രക്കീഡ്. ഓക്കെ, സോ ഇത് ഡെഡ് ആണ്, പ്രോട്ടോപ്ലാസം ഇല്ലാത്തതാണ് ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഇന്നർ ലെയർ, സെൽ വോളിന്റെ ഇന്നർ ലെയർ വന്നിട്ട് ലിഗ്നിൻ കൊണ്ട് തിക്കനിങ് ഉണ്ടാവും. ഓക്കെ, അത് ആ തിക്കനിങ് ഓരോന്നിലും ഓരോ ട്രക്കീഡിലും വേരി ചെയ്യും കേട്ടോ. ചിലതിന് വല്ലാതെ തിക്കനിങ് ഉണ്ടാവും, ചിലതിന് അത്രയും വലിയ തിക്കനിങ് ഉണ്ടാവില്ല, അങ്ങനെയായിരിക്കും. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ ട്രക്കീഡ്സും വെസൽസും കൂടി കൂടിയിട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടക്ടിങ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്ന ട്രക്കീഡ്സും വെസൽസും കൂടിയിട്ടാണ്. ഇനി വെസൽ എന്ന് പറയുന്നത് ഒരു ലോങ് സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ സെൽസ് കൂട്ടിയിട്ടാണ്. അത് നമ്മൾ വെസൽ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് വെസൽ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ സെൽസ് കൂട്ടിയിട്ടാണ്. അതിന് നമ്മൾ ഓരോന്നിനെയും വെസൽ മെമ്പേഴ്സ് എന്നാണ് പറയാം. ഓരോന്നിന്റെയും വോള് ലിഗ്നിഫൈഡ് വോളാണ് കേട്ടോ. അതുപോലെ തന്നെ ഓരോന്നിന്റെ ഉള്ളിൽ ലാർജ് സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്, ഒരു വലിയ സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. അതായത് ഇതുപോലെ ഒരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന വെസൽ എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു മെമ്പറാണ്. കണ്ടോ, ഈ വെസൽ എന്റെ ഒരു മെമ്പറാണ് ഈ കാണുന്നത്. ഈ വെസലിന്റെ ഒരുപാട് മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ട്യൂബ് വെസൽ ഉണ്ടാകുന്നത്. ഇതിൽ കൂടെയാണ് കണ്ടക്ഷൻ നടക്കുക. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു റീജിയനിൽ, ആ കണക്ടിങ് ലിങ്ക് വോളിൽ നമുക്ക് പെർഫറേഷൻ കാണാം. പെർഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പോഴ്സ്, അതായത് ഇതിൽ കൂടെ പോകണം വെള്ളത്തിനെയും മിനറൽസിനെയും പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കും. ആ ഹോൾസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷറും കൂടും കേട്ടോ. അത്
ശരിക്കും പറഞ്ഞാൽ ഈ പെർഫറേഷൻസ് അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതേപോലെ അതിൻ്റെ കണ്ടക്ഷന് വേണ്ടിയിട്ടും. വെസൽ എന്ന് പറയുന്ന ലോങ് സിലിണ്ടറിക്കൽ ട്യൂബ് പോലത്തെ സ്ട്രക്ചറാണ്. മെനി സെൽസ് വെസൽ മെമ്പേഴ്സ് കൂടിയതാണ് വെസൽ എന്ന് പറയുന്നത്. ഓരോന്നിനും ലിഗ്നിഫൈഡ് സെൽ വോൾ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലാർജ് സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. കണ്ടോ, ഇതിനെ അപേക്ഷിച്ച് ട്രക്കീഡ്സിനെ അപേക്ഷിച്ച് ഇതിന്റെ സെൻട്രൽ ക്യാവിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതേപോലെ വെസൽ സെൽസ് പ്രോട്ടോപ്ലാസം ഇല്ലാത്തതാണ് കേട്ടോ. വെസൽ സെൽസ് അതിന്റെ സെന്റർ ഭാഗത്തെന്ന് പറയുന്നത് എം ടി ആയിട്ട് കിടക്കുന്നത്, അതിൽ കൂടെ വെള്ളവും മിനറൽസും പാസ് ചെയ്യാനുള്ളതാണ്, അതിന് പ്രോട്ടോപ്ലാസം ഒന്നുമില്ല. ഇനി വെസൽ മെമ്പേഴ്സ് ഇന്റർ കണക്ട് ചെയ്തേക്കുന്ന പെർഫറേഷൻ ഇൻ ദർ കോമൺ വാൾ, ഇതിന്റെ കോമൺ വാൾ എന്ന് പറയുന്നത് എന്താ, ഈ വെസൽ സെൽസിന്റെ കോമൺ വാൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഇടയിലായിട്ട് ദ പെർഫറേഷൻസ് വി ക്യാൻ സി. ഈ പെർഫറേഷൻസ് എന്ന് പറഞ്ഞാൽ പോൾസ് ആണ്, ചെറിയ ചെറിയ ഹോൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്റർ കണക്റ്റഡ് ത്രൂ ദ പെർഫറേഷൻ ഇൻ ദർ കോമൺ വാൾ. ഈ വെസൽ എന്ന് പറയുന്നത് ആൻജിയോസ്പേമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. സാധാരണ ആൻജിയോസ്പേമിലാണ് വെസൽസ് കാണുന്നുള്ളൂ, ജിംനോസ്പേമിൽ ട്രക്കീഡ്സ് ഉള്ളൂ, അതേപോലെ തന്നെ ടെറിഡോഫൈറ്റിലും ട്രക്കീഡ്സ് ഉള്ളൂ കേട്ടോ. അതേപോലെ അതിന്റെ വേറൊരു ഫാക്ടറാണ്, വേറൊരു സെല്ലാണ് സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രക്കീഡ്സും വെസൽസും നമ്മൾ പറഞ്ഞു, ഇനി സൈലം ഫൈബേഴ്സ് ആണ് കേട്ടോ. ഈ സൈലം ഫൈബേഴ്സ് ഹൈലി തിക്കൻഡ് വോളുള്ള ഒബ്ലിറ്ററേറ്റ് സെൻട്രൽ ലൂമൻ ഉള്ള, അതായത് സെൻട്രൽ ലൂമൻ അപ്രത്യക്ഷമായിട്ടുള്ള, സെൻട്രൽ ലൂമൻ ഉണ്ടാവില്ല, അതിന് ഹൈലി തിക്കൻഡ് വോളും ആയിരിക്കും. ഇത് ഒന്നുപോലെ സെപ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആയിരിക്കാം സൈലം ഫൈബേഴ്സ്. ഓക്കെ, അപ്പൊ ഈ സൈലം ഫൈബേഴ്സ് ശരിക്കും പറഞ്ഞാൽ അതിന് സ്ട്രെങ്ത് കൊടുക്കുന്ന, ഈ വുഡിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഈ സൈലം ഫൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ്. സൈലം ഫൈബേഴ്സ് ജിംനോസ്പേമിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ ജിംനോസ്പേമിന്റെ വുഡ് നമ്മൾ വലിയ കട്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. സാധാരണ ഫർണിച്ചേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിംനോസ്പേം യൂസ് ചെയ്യാറില്ല, പക്ഷെ ആൻജിയോസ്പേം യൂസ് ചെയ്യാറുണ്ട്. കാരണം ഈ ജിംനോസ്പേമിന് സൈലം ഫൈബേഴ്സ് ഇല്ല. സൈലം ഫൈബേഴ്സ് ആണ് അതിന് ആ സ്ട്രെങ്ത് കൊടുക്കുന്നത്, സൈലത്തിന് സ്ട്രെങ്ത് കൊടുക്കുന്ന സൈലം ഫൈബേഴ്സ് ആണ്. ഈ സൈലം ഫൈബേഴ്സ് ഹൈലി തിക്കൻഡ് വോളുള്ള സെൻട്രൽ ലൂമൻ ഇല്ലാത്ത, ഒബ്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായ, സെൻട്രൽ ലൂമൻ അപ്രത്യക്ഷമായിട്ടുള്ള ഹൈലി തിക്കൻഡ് സെൽവോളുള്ള ഒരു സ്ട്രക്ചറാണ് സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒന്നുപോലെ സെപ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആയിരിക്കാം. ഇനി അതിനകത്ത് അടുത്ത് കാണുന്ന സെല്ലാണ് സൈലം പാരൻകൈമ സെൽസ്. ഈ സൈലം പാരൻകൈമ സെൽസ് മാത്രമാണ് സൈലം എലമെന്റ്സിൽ അല്ലെങ്കിൽ സൈലം സെൽസിൽ ലിവിങ് ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ലിവിങ് സെല്ലാണ്, അതിന് തിൻ വോൾ ആണുള്ളത്. അതിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. അവർക്ക് ലിഗ്നിൻ ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല കേട്ടോ. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജ്, സ്റ്റാർച്ചോ അല്ലെങ്കിൽ ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ടാനിൻ പോലത്തെ ഡെപ്പോസിറ്റ് ഒക്കെ കാണുക. ഇതൊക്കെയാണ് സൈലം പാരൻകൈമയുടെ ഫംഗ്ഷൻ കേട്ടോ. അതേപോലെ ഈ സൈലം പാരൻകൈമ, അതായത് റേ പാരൻകൈമാറ്റസ് സെൽസ് എന്ന് പറയുന്ന സെൽസ്, അത് സ്പെഷ്യൽ പാരൻകൈമ സെൽസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ സൈഡ് ഓഫ് ദ, അല്ലെങ്കിൽ അതിന്റെ ലാറ്ററൽ പോർഷൻ, വെസലിന്റെ സൈഡ്സിൽ കാണുന്ന പാരൻകൈമ സെൽസ് റേ പാരൻകൈമ സെൽസ് ആണിത്. അത് റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ പറയുക, ഈ സൈലത്തിൽ കൂടെ വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, സൈലത്തിൽ കൂടെ വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ട് യൂണി ഡയറക്ഷനല്ല. കാരണം എന്താ, റൂട്ടിൽ നിന്ന് അതിന് മേലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം മേലേക്ക് കയറി പോകാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടക്ഷൻ ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ ത്രൂ ദ സൈലം എന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഈ സൈലത്തിൽ കൂടെ പോകുന്ന വെള്ളം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മരത്തിന് ലാറ്ററൽ ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ, അപ്പൊ ലാറ്ററൽ ബ്രാഞ്ചസിൽ വെള്ളം ആവശ്യം വരില്ലേ, അവിടെയും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നില്ലേ, ലീവ്സിനകത്തൊക്കെ ഇഷ്ടം പോലെ വെള്ളത്തിന്റെ ആവശ്യം വരില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഈ സൈലം മേലേക്ക് പോകുന്ന സൈലത്തിന്റെ ലാറ്ററൽ സൈഡിലുള്ള ട്രക്കീഡ്സിന്റെയും വെസൽസിന്റെയും ലാറ്ററൽ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള റേ പാരൻകൈമ സെൽസിലേക്ക് വെള്ളം ഡിഫ്യൂസ് ചെയ്തിറങ്ങുകയും ആ ബ്രാഞ്ചിൽ കൂടെ പാസ് ചെയ്യുന്ന സൈലത്തിനകത്തേക്ക് വെള്ളം ഡിഫ്യൂസ് ചെയ്ത് കയറുകയും ചെയ്യുമ്പോൾ ബ്രാഞ്ചസിലെ സൈലം വഴി വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നോക്കിയാൽ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് ദ വാട്ടർ ഇറ്റ് ഒക്കേഴ്സ് ത്രൂ ദ റേ പാരൻകൈമാറ്റസ് സെൽസ്. മനസ്സിലായോ? റേ പാരൻകൈമാറ്റസ് സെൽസ് വഴിയാണ് റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ നടക്കുന്നത്. ഓക്കെ, ഇനി പ്രൈമറി സൈലം രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, പ്രൈമറി സൈലം എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന സൈലമാണ് പ്രൈമറി സൈലം എന്ന് പറയുന്നത്. അതായത് സെക്കൻഡറി തിക്കനിങ് വന്നിട്ട്, അതായത് അതിന്റെ ലാറ്ററൽ മെരിസ്റ്റം വർക്ക് ചെയ്തിട്ട് സെക്കൻഡറി തിക്കനിങ് വന്ന് അതിന് വണ്ണം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സെക്കൻഡറി സൈലം എന്ന് പറയുന്നത്. പ്രൈമറി സൈലം എന്ന് പറയുന്നത് ലാറ്ററൽ മെരിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന സൈലംസിനെ എല്ലാം പ്രൈമറി സൈലം എന്നാ പറയാം. അത് രണ്ട് തരത്തിലുണ്ട്, പ്രോട്ടോസൈലം ഉണ്ട്, അതേപോലെ തന്നെ മെറ്റാസൈലം ഉണ്ട്. ഫസ്റ്റ് ഫോംഡ് സൈലം
സൈലം പ്രോട്ടോസൈലാണ് കേട്ടോ. പ്രൈമറി സൈലത്തിൽ തന്നെ ഫസ്റ്റ് ഫോംഡ് സൈലം പ്രോട്ടോസൈലാണ്. അതേപോലെ പിന്നീട് ഫോം ചെയ്യുന്നത് അതിന്റെ മെറ്റാസൈലാണ്. സ്റ്റെമ്മിലൊക്കെ ഈ പ്രോട്ടോസൈലം സെന്ററിലേക്ക് ആയിരിക്കും കാണുക. അതായത് പിത്തിന്റെ സെന്റർ ഭാഗത്തേക്ക്, ആ പിത്ത് റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും കാണുക എന്ത് പ്രോട്ടോസൈലം. പുതിയതുണ്ടാകുന്ന സൈലം പെരിഫറിയിലേക്കായിരിക്കും കാണുക. അതായത് മെറ്റാസൈലം ഈസ് ടുവേഴ്സ് ദ പെരിഫറി ഓഫ് ദ ഓർഗൻ. ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിന് ഈ തരത്തിലുള്ള പ്രൈമറി സൈലത്തിന് നമ്മൾ എന്താ പറയാ, എൻഡാർക്ക് സൈലം എന്നാ പറയാ. ഇവിടെ കുട്ടികൾ പലപ്പോഴും തെറ്റിക്കാറുള്ളതാണ് പ്രോട്ടോസൈലം ആൻഡ് സെക്കൻഡറി സൈലം എന്ന് എഴുതും. പ്രോട്ടോസൈലം പ്രൈമറിയും മെറ്റാസൈലം സെക്കൻഡറി എന്നാണ് അവർ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, രണ്ടും പ്രൈമറി സൈലാണ്. പ്രോട്ടോസൈലം ആദ്യം ഫോം ചെയ്യുന്ന പ്രൈമറി സൈലവും മെറ്റാസൈലം രണ്ടാമത് ഫോം ചെയ്യുന്ന പ്രൈമറി സൈലമാണ്. പ്രോട്ടോസൈലം ഉള്ളിലേക്കും മെറ്റാസൈലം പുറത്തേക്ക് അറേഞ്ച് ചെയ്തേക്കുന്നതിന് എൻഡാർക്ക് കണ്ടീഷൻ എന്നും അത് സ്റ്റെമ്മിലൊക്കെയാണ് അതിന്റെ അങ്ങനത്തെ അറേഞ്ച്മെന്റ് കാണുന്നത് എന്നുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി റൂട്ടിന്റെ കേസിലാണെങ്കിൽ പ്രോട്ടോസൈലം പുറത്തേക്കായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതായത് പെരിഫറൽ റീജിയനിന്റെ ടുവേർഡ്സ് ദ പെരിഫറി ആയിരിക്കും പ്രോട്ടോസൈലം. മെറ്റാസൈലാണ് ടുവേർഡ്സ് ദ സെന്റർ റീജിയൻ അറേഞ്ച് ചെയ്യുന്നത്. ആ തരത്തിലുള്ള അറേഞ്ച്മെന്റിനെ നമ്മൾ എക്സാർക്ക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയും. അത് സാധാരണ റൂട്ടിലൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ഫ്ലോയം പഠിക്കാം. ഓക്കെ, സോ ഹിയർ complex tissue. The complex tissue is made up of more than one type of cells and these work together as a unit. Xylem and phloem constitute the complex tissue in plants. Xylem functions as a conducting tissue for water and minerals from roots to the stem and leaves. It also provides mechanical strength to the plant parts. It is composed of 4 different kinds of elements, namely tracheids, vessels, xylem fibers and xylem parenchyma. Gymnosperm lack vessel in their xylem. Tracheids are elongated or tube-like cells with the thick and lignified walls and tapering ends. These are dead and are without protoplasm. The inner layer of the cell wall have thickening which vary in form. In flowering plants, tracheids and vessels are the main water transporting elements. Vessel is a long cylindrical tube-like structure made up of many cells called as vessel members, each with lignified walls and a large central cavity. The vessel cells are also devoid of protoplasm. Vessel members are interconnected through perforations in their common walls. The presence of vessel is a characteristic feature of angiosperm. Xylem fibers have highly thickened walls and obliterate central lumen. These may either be septate or aseptate. Septate എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു xylem ഫൈബർ വന്നിട്ട് ഇതിപ്പോ ഒരു xylem ഫൈബർ ആന്നിരിക്കട്ടെ, അയ്യോ, ഈ xylem ഫൈബർ വന്നിട്ട് ചെറിയ ചെറിയ സെപ്റ്റം വോൾ കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നതിനാണ് സെപ്റ്റേറ്റ് എന്ന് പറയുന്നത്. അസെപ്റ്റേറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ ഓരോന്നിലും ഓരോ ന്യൂക്ലിയസ് ഇരിക്കുന്നുണ്ടാവും അല്ലെ. അസെപ്റ്റേറ്റഡ് ആണെങ്കിൽ ഈ ന്യൂക്ലിയസ് എല്ലാം കൂടി കൂടിയിട്ട് ഒറ്റ xylem ഫൈബറിലായിരിക്കും ഇരിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, സോ ഹിയർ ഇതിപ്പോ ന്യൂക്ലിയസിന്റെ കാര്യത്തിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം xylem ഫൈബേഴ്സ് എന്ന് പറയുന്നത് തന്നെ സെൻട്രൽ ലൂമൻ ഒന്നും ഇല്ലാത്തതാണ്, അതിന് ജീവനില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ന്യൂക്ലിയസിന്റെ കാര്യത്തിലൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അതിനിടയിൽ സെൽ വോൾ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞാണ്, സെപ്റ്റം വോൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ന്യൂക്ലിയസും ഓരോ സെല്ലിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത് എന്ന് പറഞ്ഞാണ്. ഇതിന്റെ ഇപ്പോ എന്താ പറയാ, അതിന്റെ സെൻട്രൽ ലൂമൻ ഈ ആ സെൻട്രൽ പോർഷനെ ഡിവൈഡ് ചെയ്തിട്ടും കാണാം, ഡിവൈഡ് ചെയ്യാതെയും കാണാം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. Xylem parenchyma cells are living and thin-walled. This is the only living cell present in xylem tissue, and their cell walls are made up of cellulose. They store food material in the form of starch or fat and other substances like tannins. The radial conduction of water takes place by the ray parenchymatous cells. Then the primary xylem is of 2 types, that is protoxylem and metaxylem. The first formed primary xylem elements are called as protoxylem, and later formed primary xylem is called as metaxylem. In stem, the protoxylem lies towards the center or towards the pith, and the metaxylem lies towards the periphery of the organ. This system of primary xylem is called as endark. In roots, the protoxylem lies towards the periphery and the metaxylem lies towards the center. Such arrangement of primary xylem is called as exarch xylem. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്ലോയം പഠിക്കാം.
നെക്സ്റ്റ് കോംപ്ലക്സ് ടിഷ്യൂ ആണ് ഫ്ലോയം. ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ലീവ്സിൽ നിന്ന് അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്സിലേക്കാണ് ഈ പറയുന്ന ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബൈസെക്ഷൽ ട്രാൻസ്പോർട്ട് ആണ്. എല്ലാ ഡയറക്ഷനിലേക്കും ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മേലേക്കും, അതായത് എവിടെയാണോ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് അവിടുന്ന്, അതായത് സോഴ്സ് ടു സിങ്ക്, എവിടെയൊക്കെയാണോ ഫുഡിന്റെ ആവശ്യം വരുന്നത് അങ്ങോട്ടേക്കൊക്കെ സെർവ് ചെയ്യുന്നത് ഫ്ലോയം വഴിയാണ്. അത് സൈലത്തെ പോലെ യൂണിഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് അല്ല എന്ന് ചുരുക്കം. ആൻജിയോസ്പേമില് ഫ്ലോയത്തില് 4 തരത്തിലുള്ള എലമെന്റ്സ് ആണ് ഉള്ളത്. അതായത് സീവ് ട്യൂബ് എലമെന്റ്സും കമ്പാനിയൻ സെൽസും ഫ്ലോയം പാരൻകൈമയും ഫ്ലോയം ഫൈബേഴ്സും ആണ് ആൻജിയോസ്പേംസിൽ ഉള്ളത്. ആൻജിയോസ്പേംസില് 4 തരത്തിലുള്ള സെൽസ് ആണ് ഫ്ലോയത്തിലുള്ളത്. ദാറ്റ് ഇൻക്ലൂഡ് ദ സീവ് ട്യൂബ് സെൽസ് and we can see the or sieve tube cells or sieve tube elements. Okay, companion cells, phloem parenchyma and phloem fibers. ജിംനോസ്പേമില് ഈ സീവ് ട്യൂബ് എലമെന്റിന് പകരം അവർക്കുള്ളത് സീവ് സെൽസ് ആണ് കേട്ടോ. സീവ് സെൽസ് ആണുള്ളത്. കമ്പാനിയൻ സെൽസിന് പകരം ആൽബുമിനസ് സെൽസ് ആണുള്ളത് ജിംനോസ്പേമില്. അവർക്ക് സീവ് ട്യൂബ് ഇല്ല. സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും ഇല്ല. സീവ് ട്യൂബിന് പകരം സീവ് സെൽസും കമ്പാനിയൻ സെൽസിന് പകരം ആൽബുമിനസ് സെൽസും ആണ് ഉള്ളത്. ഈ സീവ് ട്യൂബ് എലമെന്റ്സ് വളരെ ലോങ് ആയിട്ടുള്ള ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അത് ലോഞ്ചിറ്റ്യൂഡിനലി അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതിന്റെ അടുത്ത് കമ്പാനിയൻ സെൽസ് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അടുത്ത് കമ്പാനിയൻ സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. സീ ഹിയർ ഐ വിൽ സീ ദ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ഈസ് ബെറ്റർ. സീ ഹിയർ, ഇതാണ് അതിന്റെ സീവ് ട്യൂബ് എന്ന് പറയുന്നത്. കണ്ടത് ഈ ഭാഗമാണ് അതിന്റെ ട്യൂബ് കേട്ടോ. ഇനി കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇതാണ് ഇതിന്റെ കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത്. സോ ഹിയർ സീവ് ട്യൂബ് ന്യൂക്ലിയേറ്റാ. സീവ് ട്യൂബിന്റെ ഉള്ളിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ സീവ് ട്യൂബിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഫംഗ്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് കമ്പാനിയൻ സെൽസ് ആണ് കേട്ടോ. അതിനോട് അസോസിയേറ്റ് ആയിട്ട് കാണുന്ന കമ്പാനിയൻ സെൽസ് ആണ് അതിന്റെ ഫംഗ്ഷൻസ് ചെയ്യുന്നത്. അതേപോലെ ഈ സീവ് ട്യൂബ്, സീവ് ട്യൂബില് ഇതുണ്ടാവില്ല, ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് കിങ്ഡത്തില് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ല് ഏതാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സൈലം, ട്രക്കീഡ്സും വെസൽസിലും ഒന്നും ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ അതൊക്കെ ഡെഡ് ആണ്. ഇവിടെ ന്യൂക്ലിയസ് ഇല്ലാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ന്യൂക്ലിയസ് ഇല്ലാത്ത ലിവിങ് സെല്ലാണ് ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ലിവിങ് സെൽ എന്ന് പറയുന്ന സീവ് ട്യൂബാണ്. ഈ സീവ് ട്യൂബ് എന്ന് പറയുന്നത് ഈ ഭാഗം ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനലി, ഇതിന്റെ ലാറ്ററൽ പാർട്ടിൽ ആയിട്ടാണ് കമ്പാനിയൻ സെൽസ് കാണുന്ന. കണ്ട കമ്പാനിയൻ സെൽസ്, ഈ കമ്പാനിയൻ സെൽസ് ആണ് സീവ് ട്യൂബിന്റെ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നത് കേട്ടോ. അതേപോലെ അതിന്റെ എൻഡ് വോൾസ് വന്നിട്ട് പെർഫറേറ്റഡ് ആണ്. ഒരു സീവ് ലൈക്ക് മാനറിലാണ് അത് കാണുന്നത്. അത് സീവ് പ്ലേറ്റ് ഒരു സീവ് ലൈക്ക് മാനറിലാണ്. എന്താ സീവ് ലൈക്ക് മാനർ എന്ന് പറഞ്ഞാൽ? അരിപ്പ പോലെയാണ് കാണുന്നത്. അതായത് കണ്ടോ, ഇതാണ് ഇതിന്റെ, ഇതൊരു സീവ് ട്യൂബ് എലമെന്റ് ആണ്. ഇതൊരു സീവ് ട്യൂബ് എലമെന്റ് ആണ്. ഈ സീവ് ട്യൂബ് എലമെന്റിന്റെ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗവും ഈ ഭാഗവുമാണ്. ഇതിന്റെ ഇടയിൽ കൂടെ എന്തുണ്ട്? പോഴ്സ് ഉണ്ട്. അതെന്തായിട്ടാണ് കാണുന്നത്? ഒരു സീവ് പോറാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് സീവ് പോലെ, അല്ലെങ്കിൽ ഒരു അരിപ്പ പോലെയൊക്കെയാണ് അത് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താണ് the transportation through this, it will be easy. Okay, so here we can say the end walls are perforated in a sieve like manner to form the sieve plate. ആ ഒരു എൻറ്റയർ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന സീവ് പ്ലേറ്റ് എന്നാണ് കേട്ടോ. അത് ഈ ഭാഗത്തിന് സീവ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ആ സീവ് പ്ലേറ്റ് പെർഫറേഷൻ ഉള്ളതാണ്. ഇനി മെച്ചർ സീവ് എലമെന്റില് പെരിഫറൽ സൈറ്റോപ്ലാസും ഒരു വലിയ വാക്യൂളും പക്ഷെ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അവരുടെ മെച്ചർ സീവ് എലമെന്റില് അല്ലെങ്കിൽ സീവ് ട്യൂബില് പെരിഫറലി ഒരു സൈറ്റോപ്ലാസം കാണാം. അതേപോലെ തന്നെ ഒരു വലിയ വാക്യൂള് കാണാം. അതേപോലെ അതിനകത്ത് ന്യൂക്ലിയസ് ആബ്സെന്റും ആയിരിക്കും കേട്ടോ. See here, a mature sieve tube sieve element possesses a peripheral cytoplasm and a large vacuole but lack a nucleus. അതേപോലെ ഈ സീവ് ട്യൂബിന്റെ ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് കമ്പാനിയൻ സെൽസിന്റെ ന്യൂക്ലിയസ് ആണ്. നമ്മൾ പറഞ്ഞു ഈ കമ്പാനിയൻ സെൽസ് സ്പെഷ്യൽ പാരൻകൈമാറ്റ സെൽസ് ആണ് കേട്ടോ. ഇത് ലിവിങ് സെല്ലാണ്. ആ കമ്പാനിയൻ സെൽസ് ലിവിങ് സെൽസ് ആണ്. അതേപോലെ തന്നെ അത് എന്താണ്, അതിന്റെയൊക്കെ സെൽവോള് സെല്ലുലോസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഈ സീവ് ട്യൂബ് എലമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ലാറ്ററൽ വോൾ വഴിയാണ്. ദ സീവ് ട്യൂബ് എലമെന്റ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ് ആർ കണക്റ്റഡ് ബൈ പിറ്റ് ഫീൽഡ്. പിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. സീ ഹിയർ, ഇത് നോക്ക്, ഇതൊരു സീവ് ട്യൂബാന്നിരിക്കട്ടെ.
ഈ സീവ് ട്യൂബിന് എന്തുണ്ടാവും? ലിഗ്നിഫൈഡ് തിക്കനിങ് ഉണ്ടാവും. അതാ കണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലിഗ്നിൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഈ ലിഗ്നിൻ ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നതിന്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? പിറ്റ് വോൾ ഉണ്ടാവും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു കമ്പാനിയൻ സെല്ല് ഇരിക്കുന്നുണ്ടെന്നിരിക്കട്ടെ. ഈ കമ്പാനിയൻ സെല്ലിന്റെ സൈറ്റോപ്ലാസവും ഈ ഫ്ലോയം സീവ് ട്യൂബിന്റെ സൈറ്റോപ്ലാസം തമ്മിൽ ഉള്ള പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് ഈ പിറ്റി കൂടെ ആയിരിക്കുന്നത്. ഇതേ പിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ ലിഗ്നിൻ ഡെപ്പോസിറ്റ് ചെയ്യാത്ത ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? പിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം സീവ് ട്യൂബ് എലമെന്റ്സും കമ്പാനിയൻ സെൽസും കണക്ട് ചെയ്തേക്കുന്ന പിറ്റ് ഫീൽഡ് വഴിയാണ് അത് അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കോമൺ ലോഞ്ചിറ്റ്യൂഡിനൽ വാൾസിന്റെ ഇടയ്ക്ക്, ഇത് സീവ് ട്യൂബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വാളാണ്, ഇത് കമ്പാനിയൻ സെല്ലിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വാളിന്റെ ഇടയ്ക്ക് കാണുന്ന പിറ്റ് വഴിയാണ് ഇത് പിറ്റ് ഫീൽഡ് വഴിയാണ് ഇതിന്റെ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എന്ന് പറയുന്നത്. കമ്പാനിയൻ സെൽസ് ശരിക്കും ഇതിന്റെ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നതോടൊപ്പം അതിന്റെ പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീവ് ട്യൂബിന്റെ ഉള്ളിൽ പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കമ്പാനിയൻ സെൽസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഫ്ലോയത്തിൽ കാണുന്ന വേറൊരു സെല്ലാണ് ഫ്ലോയം പാരൻകൈമ സെൽ. ഫ്ലോയം പാരൻകൈമ സെൽ എന്ന് പറയുന്ന എലോങ്ങേറ്റഡ് ടേപ്പറിംഗ് സിലിണ്ടറിക്കൽ സെല്ലാണ്. അതിന് ഡെൻസ് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട് കേട്ടോ. ഫ്ലോയം പാരൻകൈമയും ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ എന്യൂക്ലിയേറ്റ് ആയിട്ട് കണ്ടത് സീവ് ട്യൂബ് മാത്രമാണ്. ദെൻ കമ്പാനിയൻ സെൽസ് ന്യൂക്ലിയേറ്റഡ് ആണ്, ലിവിംഗ് ആണ്. ഫ്ലോയം പാരൻകൈമ ദാറ്റ് ഈസ് ന്യൂക്ലിയേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ലിവിംഗ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എ ഷേപ്പ് ഓഫ് എലോങ്ങേറ്റഡ് ടേപ്പറിംഗ് സിലിണ്ടറിക്കൽ സെൽസ് ആണ് ഇത് കേട്ടോ. അതേപോലെ ഇതിന്റെ സെൽ വോള് കമ്പോസ് ചെയ്തേക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. അതിനും പിറ്റ്സ് ഉണ്ട് ത്രൂ വിച്ച് ദ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ സെൽസ്. ഇതിന്റെ ഇടയിലും പിറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് സെൽ വോളിന്റെ ഇടയിൽ സെൽ വോൾ ഡെപ്പോസിറ്റ് ഇല്ലാത്ത ഭാഗത്തിന് അതിന്റെ പിറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പാരൻകൈമ സെൽസ് തമ്മിലുള്ള കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഫ്ലോയം പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും റെസിൻസിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് അതേപോലെ ലാറ്റക്സും മ്യൂസിലേജ് ഇതിന്റെ ഒക്കെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഫ്ലോയം പാരൻകൈമ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലോയം പാരൻകൈമ സാധാരണ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ ആബ്സെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഫ്ലോയം പാരൻകൈമ is absent in most of the monocotyledonous plants. Monocotyledonous plants-ൽ ഫ്ലോയം പാരൻകൈമ ആബ്സെന്റ് ആണ്. ഇനി ഫ്ലോയം ഫൈബേഴ്സ്. ഫ്ലോയം ഫൈബേഴ്സിന് നമുക്ക് ബാസ്റ്റ് ഫൈബർ എന്നും പറയാം. ഈ ഫ്ലോയത്തിന് നമുക്ക് ബാസ്റ്റ് എന്നും റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ഫ്ലോയത്തിന് നമുക്ക് ബാസ്റ്റ് എന്നും റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെപ്റ്റോം എന്ന് പറയാം. ഫ്ലോയത്തിന് നമുക്ക് ബാസ്റ്റ് അല്ലെങ്കിൽ ലെപ്റ്റോം എന്ന് പറയാം. ഫ്ലോയത്തിന് നമുക്ക് ബാസ്റ്റ് അല്ലെങ്കിൽ ലെപ്റ്റോം എന്ന് പറയാം. ഓക്കെ, ഈ ഫ്ലോയം ഫൈബറിനെ നമുക്ക് ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയാം. അത് ഫ്ലോയം ഫൈബേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള സ്ക്ലീറൻ കൈമാറ്റ സെൽസ് കൊണ്ടാണ്. ഇത് സാധാരണ പ്രൈമറി ഫ്ലോയത്തിൽ കാണാറില്ല. സെക്കൻഡറി ഫ്ലോയത്തിലാണ് എന്ത് കാണുക? ഈ ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ്, അതല്ലെങ്കിൽ അതിന് എന്താണ് ദ ഫൈബേഴ്സ് വിച്ച് ഇസ് അസോസിയേറ്റഡ് ടു ദ ഫ്ലോയം എന്ന് നമുക്ക് പറയാം. ഫ്ലോയം ഫൈബേഴ്സിന് പിന്നെ പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ്. ലെപ്റ്റോം ഫൈബേഴ്സും റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലോയം ഫൈബേഴ്സ് നമുക്ക് എന്താണ് സ്ക്ലീറൻ കൈമാറ്റ സെൽസ് ആണ്. ഈ സ്ക്ലീറൻ കൈമാറ്റ സെൽസ് ആണ്. ഇതിന് ന്യൂക്ലിയസ് ഇല്ല, ഇത് ഡെഡ് സെല്ലാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയില്ല. ഡെഡ് സെല്ലിന് ന്യൂക്ലിയസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ലിവിംഗ് സെല്ലിന് ന്യൂക്ലിയസ് ഇല്ലെങ്കിലാണ് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ള. ഹ്യൂമനിലാണെങ്കിൽ RBC എന്യൂക്ലിയേറ്റ് ആണ്, അത് ലിവിംഗ് സെല്ലാണ് അല്ലേ. അതേപോലെ സീവ് ട്യൂബ് ഈസ് എ ലിവിംഗ് സെൽ, ദാറ്റ് ഈസ് എന്യൂക്ലിയേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എടുത്തു പറയുന്നത്. അതേപോലെ ഈ പ്രൈമറി ഫ്ലോയത്തിൽ ഈ ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ് ആബ്സെന്റ് ആയിരിക്കും. സെക്കൻഡറി ഫ്ലോയത്തിലാണ് ബാസ്റ്റ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫ്ലോയം ഫൈബേഴ്സ് കാണുക. ഇത് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള നീഡിൽ ലൈക്ക് എപ്പിസസ് ഉള്ള സ്ട്രക്ചറാണ് ഈ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലോയം ഫൈബേഴ്സിന്റെ സെൽ വോൾ വളരെ തിക്കാണ്. അത് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ പ്രോട്ടോപ്ലാസം ഒക്കെ ലൂസ് ചെയ്യുക, അത് ഡെഡ് ആയിട്ട് മാറും. ഫ്ലോയം ഫൈബേഴ്സ് ഡെഡ് ആയിട്ട് മാറും. ഇതിന്റെ ജൂട്ടിന്റെയും ഫ്ലാക്സിന്റെയും ഹെമ്പിന്റെയും ഒക്കെ, ജൂട്ട് ഹെമ്പ് എന്നൊക്കെ പറഞ്ഞ ചണം പോലത്തെ ഇതാണ് കേട്ടോ. ചണം എന്ന് പറയുന്ന പ്ലാന്റ് ഇല്ലേ, അതിന്റെയൊക്കെ ഫൈബേഴ്സ് നമ്മൾ ചാക്കുനൂലില്ലേ അത് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നൊക്കെയാണ്. ജൂട്ടിന്നും ഹെമ്പിന്നൊക്കെയാണ്, ഫ്ലാക്സിന്നൊക്കെയാണ് ഈ പറയുന്ന ചാക്കിന്റെ നൂലൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഫോംഡ് പ്രൈമറി ഫ്ലോയം അതിൽ നാരോ സീവ് ട്യൂബ് ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് അതിനെ പ്രോട്ടോഫ്ലോയെന്നും, ലേറ്റർ ഫോംഡ് ഫ്ലോയത്തിന് ബിഗർ സീവ് ട്യൂബ് ആയിരിക്കും ഉണ്ടാവുക. അതിനെ മെറ്റാഫ്ലോയം എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഫസ്റ്റ് ഫോംഡ് ഫ്ലോയം പ്രോട്ടോഫ്ലോയം ആണ്. സെക്കൻഡ് ഫോംഡ് ഫ്ലോയം മെറ്റാഫ്ലോയം ആണ്. പ്രോട്ടോഫ്ലോയത്തിന്റെ ല്യൂമൻ വന്നിട്ട് നാരോ ആയിരിക്കും. മെറ്റാഫ്ലോയം
ഫ്ലോയത്തിന്റെ ലൂമൻ വന്നിട്ട് വൈഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്ലോയം എന്ന് പറയുന്ന ഒരു പാർട്ട് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയാം കേട്ടോ. See here, phloem transport food materials usually from leaves to other parts of the plant, that is bidirectional transport. Phloem in angiosperm is composed of sieve tube elements as companion cells, phloem parenchyma, phloem fibers, sieve tube, companion cells, phloem parenchyma and phloem fibers. Gymnosperms, they have albuminous cells and sieve cells instead of companion cells and sieve tube elements. They lack sieve tube and companion cells. Are gymnosperm. Sieve tube elements are also long tube-like structure arranged longitudinally and are associated with the companion cells. Their end walls are perforated in a sieve-like manner to form the sieve plate. അതിൻ്റെ എൻഡ് വോൾ വന്നിട്ട് പെർഫറേറ്റഡ് ആയിരിക്കും. എൻഡ് വോൾ എന്ന് പറഞ്ഞാൽ രണ്ട് സീവ് ട്യൂബ്സ് തമ്മിലുള്ള കണക്ഷൻ വരുന്നത്, അതിനെയാണ് എൻഡ് വോൾ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കോമൺ കണക്ഷൻ എന്ന് പറയുന്നത്. അവിടെ സീവ് പോലത്തെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഒരു മെച്യൂർ സീവ് എലമെന്റ് ശരിക്കും അതിന് പെരിഫറൽ സൈറ്റോപ്ലാസും ഒരു വലിയ വാക്യൂളും ഉണ്ട്, പക്ഷെ അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ഫംഗ്ഷൻ ഓഫ് എ മെച്യൂർ sieve elements possess a peripheral cytoplasm and a large vacuole but lack a nucleus. The functions of sieve tubes are controlled by nucleus of companion cells. The companion cells are specialized parenchymatous cells which are closely associated with the sieve tube elements. The sieve tube elements and companion cells are connected by pit field present between their common longitudinal walls. The companion cells help in maintaining the pressure gradient in the sieve tubes. Phloem parenchyma is made up of elongated tapering cylindrical cells which have dense cytoplasm and nucleus. The cell wall is composed of cellulose and has pits through which the plasmodesmatal connection exists between the cells. Phloem parenchyma cells ന്റെ ഇടയിലുള്ള കണക്ഷൻസും പിറ്റ് വോൾ വഴി ആണ് പ്ലാസ്മോഡസ്മാറ്റൽ കണക്ഷൻ ഉണ്ടാവുക. പ്ലാസ്മോഡസ്മാറ്റൽ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് സെല്ലിന്റെ സൈറ്റോപ്ലാസങ്ങൾ തമ്മിലുള്ള കണക്ഷനെയാണ് പ്ലാസ്മോഡസ്മാറ്റൽ കണക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. The phloem parenchyma stores food material and other substances like resins, latex and mucilage. Phloem parenchyma is absent in most of the monocotyledons. Phloem fibers or bast fibers are made up of sclerenchymatous cells. These are generally absent in the primary phloem but are found in the secondary phloem. These are much elongated, unbranched and have pointed needle-like apices. The cell wall of the phloem fibers is quite thick. At maturity, these fibers lose their protoplasm and become dead. Phloem fibers of jute, flax and hemp are used commercially. The first formed primary phloem consists of narrow sieve tube and is called as protophloem, and the later formed phloem has bigger sieve tube and is termed as metaploem. Okay, so this is all about the complex permanent tissue as the vascular bundle. Vascular tissues or vascular bundle, it is absent in gametophyte. Gametophyte എന്ന് പറയുന്നത് എന്താണ്? Haploid plant body which can produce the gamete, that is called as gametophyte. അപ്പോൾ ബ്രയോഫൈറ്റിന്റെ കേസിലാണെങ്കിൽ മേജർ പ്ലാന്റ് ബോഡിയിൽ നമ്മൾ വാസ്കുലാർ ബണ്ടിൽ പഠിച്ചോ? ഇല്ല, അതേ ആർ നോൺ വാസ്കുലാർ പ്ലാന്റ്സ് നമ്മൾ പഠിച്ചത്. അതേപോലെ ടെറിഡോഫൈറ്റ്സിന്റെ കേസിലാണെങ്കിൽ അത് വാസ്കുലാർ പ്ലാന്റ്സ് ആണ്, പക്ഷേ പ്രോതാലസ് ആണ് അതിന്റെ ഗാമീറ്റോഫൈറ്റ്. അതിനകത്തും ഇല്ല എന്ത് ഈ സൈലോം ഫ്ലോയും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഗ്രൂപ്പ് ജിംനോസ്പോംസ് ആണ് പഠിച്ചത്. അതിനകത്ത് ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന പോളൻ ഗ്രെയിനും ആർക്കിഗോണിയൽ സ്ട്രക്ചറുമാണ്. ഇവർ രണ്ടും ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇത് പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണ്. അവർക്കും ഇല്ല എന്ത് വാസ്കുലാർ ബണ്ടിൽ സ്വന്തമായിട്ട്. ആൻജിയോസ്പോമിന്റെ കേസിൽ പോളൻ ഗ്രെയിനും എംബ്രിയോസൈക്കുമാണ് ഗാമീറ്റോഫൈറ്റ്സ്. അവർക്കും ഇല്ല എന്ത് വാസ്കുലാർ ബണ്ടിൽസ്. സോ വാസ്കുലാർ ബണ്ടിൽസ് ആർ പ്രസന്റ് ഓൺലി ഇൻ ദ സ്പോറോഫൈറ്റ് ഓഫ് എ പ്ലാന്റ്. ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ ഗാമീറ്റോഫൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിഷ്യൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് പ്രസന്റ് ഇൻ ദ പ്ലാന്റ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവും കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ് ഇവിടെ പഠിച്ചത് കേട്ടോ. ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ് ഈ ഒരു സെഷനിൽ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ദ ടിഷ്യൂ സിസ്റ്റം പഠിക്കാം. ഓക്കെ.